കൊച്ചി മേയർ ആരാകുമെന്നുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു. ഇന്നലെ കോൺഗ്രസ് എറണാകുളം DCC അധ്യക്ഷൻ അവരുടെ മേയർ ആരാന്നുള്ള പ്രഖ്യാപിച്ചു. മിനിമോൾ, ഷൈനി മാത്യു എന്നിവർ 2 ടേമായിട്ട് മേയർ സ്ഥാനം പങ്കിടുമെന്നാണ് കോൺഗ്രസ് അറിയിച്ചത്. നേരത്തെ മേയർ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മേയറാകുമെന്ന് കരുതപ്പെട്ടിരുന്ന ദീപ്തി മേരി വർഗീസിൻ്റെ പേര് ഇന്നലെ എങ്ങും ഉയർന്നു കേട്ടില്ല. അവർ ഒരു ഭാഗത്ത് ഒതുക്കി എന്നുള്ള ആരോപണം ഉയർന്നുണ്ട്. അതോടൊപ്പം തന്നെ കൊച്ചി മേയറെ തീരുമാനിച്ചത് സാമുദായിക പ്രാതിനിധ്യം ആണെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ലത്തീൻ സഭ അടക്കമുള്ളവർ അത്തരം ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു എന്നാണ് നേരത്തെ വന്നിരുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ മേയറെ തിരഞ്ഞെടുക്കാൻ വേണ്ടി കൗൺസിലർമാരുടെ അഭിപ്രായം തേടുകയും അവർ നിർദ്ദേശിച്ച പേരുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പേര് നിർദ്ദേശിച്ച ഈ 2 പേരെയാണെന്നും അങ്ങനെയാണ് ഇവരിലേക്ക് എത്തിയത് എന്നുമാണ് എറണാകുളം DCC പറയുന്ന ഒരു വിശദീകരണം. ഇതിൻ്റെ അകത്ത് ദീപ്തി മേരി വർഗീസ് വാക്കാനുള്ള ഒരു എതിർപ്പ് അല്ലെ പരാതി കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നും KPCCയുടെ ചട്ടങ്ങൾ മറികടന്നാണ് ഇത്തരം ഒരു നീക്കം ഉണ്ടായതെന്നൊക്കെയാണ് ഉയരുന്നത്. ഇതിലേക്കാണ് ആദ്യം അജിംസ്. ഇപ്പോൾ തന്നെ നിരവധി വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയപ്പോഴത്തേക്ക് UDF അല്ലെ കോൺഗ്രസ് സാമുദായിക പ്രാതിനിധ്യവും ഇതുമെല്ലാം നോക്കിയിട്ട് ഇത്തരം സ്ഥാനങ്ങൾ വീതിച്ച് നൽകുന്ന ഒരു പതിവിലേക്ക് പോകുന്നു എന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ ഒരു ആരോപണം. അതോടൊപ്പം തന്നെ മേയറാകുമെന്ന് കരുതപ്പെട്ടിരുന്ന ദീപ്തി മേരി വർഗീസിൻ്റെ സങ്കടം പല വിധത്തിൽ നമ്മുടെ ഫീഡുകളിൽ നിറയുന്നുമുണ്ട്. മൊത്തത്തിൽ എങ്ങനെയാണ്? ഞാനിതിനൊരു സോഷ്യൽ മീഡിയ ഒച്ചപ്പാടായിട്ട് മാത്രമേ ഇതിനെ കാണുന്നുള്ളൂ. കാരണം ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇത് കോൺഗ്രസിൻ്റെ ഒരു സീറ്റാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ സീറ്റിൽ അവരുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ആരായിരിക്കണം മേയറാവേണ്ടതെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കാൻ വേണ്ടി ഒരു മാനദണ്ഡം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഒരു കത്തയച്ചിട്ടുണ്ട്. രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾക്കും MP മാർക്കും MLA മാർക്കും കൂടി കത്തയച്ചിട്ടുണ്ട്. അവരാണല്ലോ ഇതിൻ്റെ ഒരു മേൽനോട്ടം വഹിക്കുന്നത്. ആ കത്തിൽ പറയുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ആളിൽ തിരഞ്ഞെടുക്കുമ്പോൾ ഒന്നാമതായി പരിഗണിക്കേണ്ടത് ആ പാർലമെൻ്ററി പാർട്ടിയുടെ പിന്തുണയുള്ള ആളെ തിരഞ്ഞെടുക്കുക. അതാണ് എൻ്റെ ഒരു കീഴ്വഴക്കം. പാർലമെൻ്ററി പാർട്ടിയുടെ ഭൂരിപക്ഷം ആർക്കാണോ അയാളെ തിരഞ്ഞെടുക്കുക. കോൺഗ്രസ് അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാവുന്നതും പാർലമെൻ്ററി പാർട്ടിയിൽ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ടാണ്. പിന്നീട് പ്രതിപക്ഷ നേതാവ് ആകാതിരുന്നതും പാർലമെൻ്ററി പാർട്ടിയിൽ ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ടാണ്. ഈ രണ്ടാമത് പറയുന്നൊരു കാര്യം, പാർട്ടിയുടെ സംഘടനാ ഘടനയിൽ ഭാരവാഹിത്വം വഹിക്കുന്ന മുതിർന്ന നേതാക്കളെ പരിഗണിക്കണം. ഇത്തരം കാര്യങ്ങളിൽ 2 മാനദണ്ഡങ്ങളാണ് വെച്ചത്. അപ്പോൾ ഈ 2 മാനദണ്ഡങ്ങൾ വെച്ചിട്ട് അപ്പോൾ കൊച്ചിയിൽ അവർക്ക് ഒരു മേയർ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. മേയർ സ്ഥാനാർത്ഥി നേരത്തെ പ്രഖ്യാപിച്ചല്ല അവർ തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. പക്ഷേ സ്പെക്കുലേഷൻസ് ഉണ്ടായിരുന്നു. ദീപ്തി മേരി വർഗീസ് പോലുള്ള മുതിർന്ന നേതാക്കളുള്ളപ്പോൾ അവരായിരിക്കും ഉണ്ടാവുക എന്ന് മാധ്യമങ്ങൾ സ്പെക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഈ പറയുന്ന സണ്ണി ജോസഫ് മുമ്പോട്ട് വെച്ച 2 മാനദണ്ഡങ്ങൾ പ്രകാരം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ള മിനിമോൾ എന്ന് പറയുന്ന ഒരു കൗൺസിലറെയാണ്. അപ്പോൾ മിനിമോൾ ഈ പറയുന്ന മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടാണോ? ഒന്നാമത്തെ മാനദണ്ഡം പാർലമെൻ്ററി പാർട്ടിയുടെ പിന്തുണ വേണം. പാർലമെൻ്ററി പാർട്ടിയിൽ ഭൂരിപക്ഷമുള്ളത് മിനിമോൾക്കാണ്. രണ്ടാമത്തെ കാര്യം, പാർട്ടിയിൽ ഉന്നത പദവി വഹിച്ചിട്ടുള്ള ആളായിരിക്കും. മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു അവർ. ജില്ലാ പ്രസിഡന്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലുപരി 4 വട്ടം കൗൺസിലറായവരാണ്. അപ്പോൾ 4 വട്ടം കൗൺസിലറായ ഒരാൾ നോക്കുമ്പോൾ അത്രയും സീനിയോറിറ്റിയുള്ള വേറെ ആരും അവരിലില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് പോലും അത്രയും സീനിയോറിറ്റി കൗൺസിലർ എന്ന നിലയ്ക്കില്ല. അപ്പോൾ ഏറ്റവും സീനിയറായിട്ടുള്ള സംസ്ഥാന പദവികൾ വഹിച്ചിട്ടുള്ള ഒരാളെ അവർ തിരഞ്ഞെടുത്തു. അതിനിപ്പോൾ എന്താണ് പ്രശ്നം ഇതാണ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കൊച്ചി മേയർ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ലത്തീൻ സഭയുടേതായ ഒരു ക്ലെയിം പുറത്തു വന്നിരുന്നു. ലത്തീൻ സഭാംഗമായ ഒരാളെ പരിഗണിക്കണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ലത്തീൻ സഭ പറയുമ്പോഴേക്ക് സൃഷ്ടിക്കപ്പെട്ടൊരു നറേറ്റീവ്, ഇപ്പോൾ കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാൽ ഈ മത സാമുദായിക കക്ഷികൾ അവർ ക്ലെയിം ഉന്നയിക്കുന്നു. LDF ജയിച്ചു കഴിഞ്ഞാൽ അത്തരം ക്ലെയിമൊന്നും ആരും ഉന്നയിക്കില്ല. അപ്പോൾ NSS ഓ SNDP ഓ കത്തോലിക്ക സഭയോ ലത്തീൻ സഭയോ ഒന്നും അത്തരം ക്ലെയിമുകൾ ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ് രീതി. അപ്പോൾ അങ്ങനെ ക്ലെയിം ഉന്നയിക്കുന്നത് എന്തോ ഒരു തെറ്റാണ്. ഇപ്പോൾ ഒരു സമുദായ സംഘടനയോ അല്ലെങ്കിൽ ഒരു സമുദായമോ ഒരു ക്ലെയിം ഉന്നയിക്കുന്നത് ഒരു തെറ്റാണ് എന്നൊരു നറേറ്റീവ് സൃഷ്ടിക്കുകയാണ്. അത് വളരെ ആഴത്തിൽ വിശകലനം ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്. ഇപ്പോൾ കഴിഞ്ഞ LDF സർക്കാരിൽ ഏതാണ്ട് പകുതിയോളം മന്ത്രിമാർ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ചിലർ വിശേഷിപ്പിച്ചൊരു വാക്ക് കരയോഗ മന്ത്രിസഭ എന്നാണ്. അപ്പോൾ അത് NSS ആവശ്യപ്പെട്ടിട്ടല്ല 10 മന്ത്രിമാർ വന്നത്. NSS അങ്ങനെ ആവശ്യം ഉന്നയിച്ചിട്ടേ ഇല്ല. അപ്പോൾ NSS ആവശ്യപ്പെട്ടിട്ടാണോ മുന്നോക്ക സംവരണം നടപ്പാക്കിയത്? ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി മുന്നോക്ക സംവരണം നടപ്പാക്കുന്നത് ദേവസ്വം ബോർഡിലാണ്. അപ്പോൾ ദേവസ്വം ബോർഡിൽ ആ മുന്നോക്ക സംവരണം നടപ്പാക്കാൻ LDF സർക്കാർ തീരുമാനമെടുത്തിട്ട് BJPയെ വെല്ലുവിളിക്കുകയാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ചെയ്തത്. അത് NSS ആവശ്യപ്പെട്ടിട്ടേ അല്ല. അപ്പോൾ LDFിൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു രീതിയാണ്, കോൺഗ്രസിൻ്റേത് മറ്റൊരു രീതിയാണ്. LDFിൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ആരെയാണോ പ്രീതിപ്പെടുത്തേണ്ടത്, ഏത് സമുദായത്തെയാണോ പ്രീതിപ്പെടുത്തേണ്ടത്, ഏത് സമുദായത്തിനാണോ പ്രാതിനിധ്യം കൂടുതലായി കൊടുക്കേണ്ടതെന്ന് LDF തീരുമാനിക്കുകയും അത് അവരിൽ നിന്ന് ക്ലെയിം ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ അവർ നടപ്പാക്കുകയും ചെയ്യുന്നു.
അത് മുന്നാക്ക സംവരണത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും മന്ത്രിമാരുടെ പ്രാതിനിധ്യത്തിലാണെങ്കിലും ഇപ്പോൾ കേരളത്തിൽ 10% മാത്രം വരുന്ന ഒരു സമുദായത്തിൽ നിന്നൊരു മന്ത്രിസഭയിലെ 50% മന്ത്രിമാരുണ്ടാവുക എന്നത് ഒരു അസ്വാഭാവികമായിട്ട് നമുക്കാർക്കും തോന്നുന്നില്ല. അതെല്ലാം എന്താണ് തോന്നുന്നത്? അതെല്ലാം അവർ മെറിറ്റിൽ വന്നതാണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ കരയോഗം മന്ത്രിസഭ എന്ന വിളിപ്പേര് കിട്ടാൻ ഇടയാക്കിയ ആ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, 20 മന്ത്രിമാരിൽ 10 പേരോളം മുന്നോക്ക സമുദായത്തിൽ നിന്നുള്ളവരാണ് എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് ആർക്കും തോന്നുന്നില്ല. അതങ്ങനെ എന്തിന് തിരഞ്ഞെടുത്തെന്ന് ആരും ചോദിക്കില്ല. അത് അവരെങ്ങനെയാണോ വന്നത്? അത് അവരവരുടെ മെറിറ്റിൽ വന്നതാണ്. അതേസമയം ഒരു പിന്നോക്ക സമുദായമായ ലത്തീൻ സഭ OBC സമുദായമാണ്, സംവരണ സമുദായമാണ്. അവർ പറയുകയാണ്, കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ ഞങ്ങളുടെ സമുദായങ്ങൾ ധാരാളം പേരുണ്ട്, കൗൺസിലർമാരിൽ 18 പേർ ലത്തീൻ സമുദായങ്ങളാണ് എന്നാണ് ലത്തീൻ സഭ അവകാശപ്പെടുന്നത്. എങ്കിൽ ഈ തവണ മേയർ എന്താവണം, ലത്തീൻ സഭക്കാരായ ഒരാളാവണം എന്ന് ലത്തീൻ സഭയ്ക്ക് പറയുന്നതിന് എന്താ പ്രശ്നം? യഥാർത്ഥത്തിൽ അവരെ കൊണ്ട് പറയിപ്പിക്കാതെ കോൺഗ്രസ് അത് നേരത്തെ തീരുമാനം നടപ്പാക്കുകയായിരുന്നു ചെയ്യേണ്ടത്. CPM ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ LDF ചെയ്യുന്ന പോലെ. കോൺഗ്രസ് അത് ചെയ്യുന്നില്ല. കോൺഗ്രസിന് എന്താണ്? കോൺഗ്രസിന് വേറൊരു മാനദണ്ഡമാണുള്ളത്. കോൺഗ്രസിൻ്റെ മാനദണ്ഡം ഞാൻ മുമ്പ് പറഞ്ഞു. എന്താണ്? ഒന്ന്, പാർലമെൻ്ററി പാർട്ടിയിൽ ഭൂരിപക്ഷം വേണം. മറ്റൊന്ന്, പാർട്ടിയിൽ ഉന്നത പദവി വഹിക്കുന്നവരായിരിക്കണം. അപ്പോൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഒരു സാമുദായിക പ്രീണനം അവിടെ ഇല്ല. ഇനി ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടയാളായ മിനിമോളെ നോക്കുകയാണെങ്കിൽ, മിനിമോൾ ജന്മന ഞാൻ അറിയുന്നത് ശരിയാണെങ്കിൽ, സോഷ്യൽ മീഡിയയിൽ കണ്ട വിവരങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത്, എനിക്ക് കൃത്യമായിട്ട് ഞാൻ അവരുടെ ബസ് സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടല്ല പറയുന്നത്, അവർ ഈഴവ സമുദായങ്ങളാണ്. അവർ വിവാഹം കഴിച്ചിട്ടുള്ള ലത്തീൻ സമുദായക്കാരനെയാണ്. അപ്പോൾ അവർ ഏത് സമുദായത്തിൻ്റെ പ്രതിനിധിയായിട്ട് പറയും? ഈഴവ പ്രതിനിധിയായിട്ട് പറയുമോ? അതല്ല ലത്തീൻ പ്രതിനിധിയായിട്ട് പറയുമോ? ലത്തീൻ ആണെങ്കിൽ എന്താണ് പ്രശ്നം? ഈഴവയാണെങ്കിൽ എന്താ പ്രശ്നം? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവർ ഈഴവ സമുദായമായി ജനിച്ച ഒരാളാണെങ്കിൽ, ഈ പറയുന്ന കൊച്ചി കോർപ്പറേഷൻ പരിധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദായമാണ് ഈഴവ സമുദായം. അതൊരു ക്രിസ്ത്യൻ മജോറിറ്റി കോർപ്പറേഷൻ അല്ല, അവിടെ മജോറിറ്റി ഹിന്ദു സമുദായമാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബലമായ സമുദായം എന്ന് പറഞ്ഞാൽ ഈഴവ സമുദായമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാമുദായിക പ്രാതിനിധ്യം കൊടുക്കുക എന്നുള്ളത് കൂടി കോൺഗ്രസിൻ്റെ ഉദ്ദേശമാണെങ്കിൽ അതെങ്ങനെയാണ് തെറ്റാവുക? അതെങ്ങനെയാണ് ചോദ്യം ചെയ്യപ്പെടുക? ഇനി ഡെപ്യൂട്ടി മേയറായി തിരഞ്ഞെടുത്ത ആളാണ് ദീപക് ജോയ് ഈഴവ സമുദായാംഗമാണ്. അപ്പോൾ കോൺഗ്രസ് സാമുദായിക പരിഗണന വെച്ചാണ് ആൾ തിരഞ്ഞെടുത്തെങ്കിൽ, കോൺഗ്രസ് ചെയ്തിട്ടുള്ളത് ഈഴവ സമുദായത്തിൽ ജനിച്ച ഒരാളെ മേയറാക്കുകയും ഈഴവ സമുദായാംഗമായ ഒരു ഡെപ്യൂട്ടി മേയറെ നിയമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഒരു സമുദായമാണ്. ജനസംഖ്യാപരമായി നോക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾ കഴിഞ്ഞാൽ തൊട്ടുടനെ പുറകിൽ നിൽക്കുന്ന ഒരു OBC കമ്മ്യൂണിറ്റിയാണ് ഈഴവർ. ഇനിയിപ്പോൾ ലത്തീൻ സഭയ്ക്കാണ്, ലത്തീൻ പ്രാതിനിധ്യമാണ് ഈ മിനിമോളെ മേയറാക്കിയതോടെ ചെയ്തതെങ്കിൽ, അടുത്ത ടൈമിൽ ഒരു ലത്തീൻ സമുദായമായിട്ടാണ് എന്തോ ഷൈനി മാറ്റി ആണെങ്കിൽ പോലും അത് തെറ്റാവുന്ന എങ്ങനെയാണ്? അവർ ഒരു പിന്നാക്ക സമുദായമാണ്. അവർക്കും മേയർ സ്ഥാനത്ത് ക്ലെയിം ചെയ്യാനുള്ള അവകാശമുണ്ട്. ആ ക്ലെയിം എങ്ങനെയാണ് തെറ്റാവുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാവുന്നത്, ഈ സമുദായ സംഘടനകൾ കൊണ്ട് ഇങ്ങനെ ചോദിപ്പിക്കണോ, ചോദിക്കാതെ തന്നെ LDF ചെയ്യുന്നത് പോലെ കൊടുത്തുകൂടെ എന്നുള്ളൊരു ചോദ്യമാണ്. കൊടുക്കുന്നത് ആർക്കാണ് എന്നുള്ളതും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കോൺഗ്രസ് അത്തരം കാര്യങ്ങൾ പരിഗണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. കോൺഗ്രസ് പരിഗണിക്കണം. ഇത്തരം സാമുദായിക പ്രാതിനിധ്യം കോൺഗ്രസ് പരിഗണിക്കണം എന്നുള്ളതാണ്. കോൺഗ്രസ്സിന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ലഭിച്ചിട്ടുള്ള തിരിച്ചടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, പൊതുവെ കോൺഗ്രസിനെ പറ്റി പറയുക, അവരെല്ലാ സാമുദായിക സമവാക്യങ്ങളെ പരിഗണിച്ചാണ് സ്ഥാനാർത്ഥികളെ നിർത്തുക. പാർട്ടി സ്ഥാനങ്ങൾ ഇപ്പോൾ KPC അധ്യക്ഷനെ നിശ്ചയിക്കാൻ നേരത്ത് ഒരു ക്രിസ്ത്യൻ സമുദായാംഗമായ ഒരാൾ വേണമെന്നുള്ളതുകൊണ്ട് KPC അധ്യക്ഷനെ വെച്ചു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സാമുദായിക പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടത് പാർട്ടി റാങ്ക് ആൻഡ് ഫയലിലല്ല. പാർട്ടി റാങ്ക് ആൻഡ് ഫയലിൽ ആര് വന്നു എന്നുള്ളതല്ല പ്രശ്നം. ഇപ്പോൾ നിങ്ങളുടെ DCC പ്രസിഡന്റ് ഏത് സമുദായാംഗമാണ്, KPC അധ്യക്ഷൻ ഏത് സമുദായാംഗമാണ് എന്നുള്ളതല്ല. KPC അംഗങ്ങൾ ജംബോ കമ്മിറ്റിയിൽ എത്ര പേരുണ്ട്, അതല്ല പ്രശ്നം. നിങ്ങൾ എത്ര പേർക്ക് ടിക്കറ്റ് കൊടുക്കുന്നു, മത്സരിക്കാൻ ടിക്കറ്റ് കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ 2021-ലാവട്ടെ, 2016-ലാവട്ടെ, 2011-ലാവട്ടെ, UDFൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക നോക്കുമ്പോൾ കേരളത്തിലെ പ്രബല സമുദായങ്ങൾ മുഴുവൻ അവഗണിക്കുകയായിരുന്നു. ഈഴവ, മുസ്ലിം, ലത്തീൻ ഇതുപോലുള്ള സമുദായങ്ങൾ അവഗണിക്കപ്പെട്ടു. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ എപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം ഇതാണ്. പക്ഷേ കൊച്ചി കോർപ്പറേഷൻ്റെ വിഷയം എടുക്കുമ്പോൾ അവർ ബോധപൂർവമാണെങ്കിലും അല്ലെങ്കിലും, അവരുടെ മാനദണ്ഡപ്രകാരമാണെങ്കിലും അല്ലെങ്കിലും, അവർ ആ പ്രാതിനിധ്യം സൂക്ഷിച്ചു, കീപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഒരു ലത്തീൻ സമുദായക്കാരനെ വിവാഹം കഴിച്ചൊരു ഈഴവ യുവതിക്ക്, ഈഴവ കൗൺസിലർക്ക് മേയർ സ്ഥാനം കൊടുക്കുകയും ഒരു ഈഴവ സ്ഥാനാർത്ഥിയെ ഡെപ്യൂട്ടി മേയറാക്കുകയും ചെയ്തതോടുകൂടി അവർ ആ ചരിത്രപരമായി അവർ പിന്തുടർന്നു പോകുന്ന ഒരു അവഗണന അവിടെ പരിഹരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നൗഫലെ, ഈ ദീപ്തി മേരി വർഗീസിൻ്റെ കാര്യത്തിൽ ഈ സാമുദായിക പരിഗണനയ്ക്ക് അപ്പുറം കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് തർക്കങ്ങൾ ഒരു കാരണമായിട്ടുണ്ടോ? അവർ പ്രത്യക്ഷത്തിൽ KC വേണുഗോപാലിൻ്റെ അല്ലെങ്കിൽ അവരെ KC പിന്തുണക്കുന്ന ഒരാളാണെന്നും, മറിച്ച് ഗ്രൂപ്പ് തലത്തിലുള്ള ഒരു വെട്ടിനിരത്തലുണ്ടായി എന്നൊക്കെ ഉള്ള വാർത്തകൾ, റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? ഗ്രൂപ്പുകൾ അതിൽ വിഷയമായിട്ടുണ്ടെങ്കിൽ തന്നെയും നിലവിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വിഷയമൊക്കെ ഉണ്ടായിട്ടും അതിൽ ദീപ്തി മേരി വർഗീസിനോടൊപ്പം ശക്തമായി നിൽക്കുന്ന പലരും പ്രതികരിച്ചിട്ടുണ്ട്.
പക്ഷേ ആ പ്രതികരണങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം. അവരുടെ വാക്കുകൾ, അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം ആരും രൂക്ഷമായിട്ടല്ല പ്രതികരിച്ചത് എന്നുള്ളതാണ്. അജയ് തറയിൽ മാത്രമാണ് അല്പമെങ്കിലും രൂക്ഷമായി സംസാരിച്ചത്. ബാക്കിയുള്ള മാത്യു കുഴൽനാടൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടു. അവരൊക്കെ ഒരു പ്രതീക്ഷ നിർഭരമായ പോസ്റ്റുകളാണിടുന്നത്. ദീപ്തിയുടെ ഫോട്ടോ വെക്കുന്നു, ഇനി ഇതിലും വലിയ സ്ഥാനങ്ങൾ വരാനുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന പോസ്റ്റുകളാണ് ഇടുന്നത്. ഈവൻ ടിനി ടോം വരെ പോസ്റ്റ് ഇട്ടു ദീപ്തി മേരി വർഗീസിനെ പിന്തുണച്ചുകൊണ്ട്. അപ്പം ഒരു സംഗതി ഉണ്ടായിരുന്നു, അതായത് ദീപ്തി മേരി വർഗീസ് മേയർ ആകുമെന്നുള്ള പ്രതീതി തുടക്കത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. അതാര് പറഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല, അങ്ങനെ ഒരു പ്രതീതി ഉണ്ടായിരുന്നു. കാരണം ഇവർ അഖിലേന്ത്യാ തലത്തിൽ ഉള്ളൊരു നേതാവായി വളർന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായും അത്രയും ആ തരത്തിലൊരു പോസ്റ്റ് നോക്കി പറയുമ്പം ഏറ്റവും മേലെ നിൽക്കുന്ന ഒരാളാണ്, എക്സ്പീരിയൻസിനേക്കാൾ ഉപരി. അപ്പം അത് വെച്ച് നോക്കുമ്പോഴാണെങ്കിൽ നമുക്ക് പറയാം ദീപ്തി മേരി വർഗീസ് തന്നെ മേയറാകാം എന്നൊരു എന്താ പറയുക, ഒരു സാധാരണ പൗരൻ നിലയ്ക്ക് നമ്മൾ ഇതൊക്കെ കാണുന്ന ഒരാൾ നിലയ്ക്ക് ഒരു പക്ഷേ ദീപ്തി ആകാം മേയർ എന്ന് പറഞ്ഞേക്കാം. അപ്പോൾ നമുക്കറിയാം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് എത്ര പേരുണ്ടായിരുന്നു? അബിൻ വർക്കി അടക്കമുള്ള ആളുകളുടെ പേരുകൾ പറഞ്ഞു കേട്ടു. പക്ഷെ അവസാനം വന്നത് ജിനീഷാണല്ലോ. അപ്പോൾ വേറെ പല പരിഗണനകളും ഇപ്പോൾ കോൺഗ്രസ് വയ്ക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി ഇതിൽ തന്നെ നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് തിരിച്ചു വരാം. ഈ പ്രതികരണങ്ങൾ, ഇപ്പം മാത്യു കുഴൽനാടൻ്റെ പ്രതികരണം തന്നെ നോക്കാം. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഈ പാർലമെൻ്ററി പാർട്ടിയിലെ ഭൂരിപക്ഷത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അതിൽ അദ്ദേഹം ഒരു പോയിൻ്റ് പറയുന്നുണ്ട്. അതായത് കോൺഗ്രസ്സിൽ പാർലമെൻ്ററി പാർട്ടി അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം നോക്കി മാത്രമാണോ തീരുമാനമെടുക്കാറ് എന്നുള്ളൊരു ചോദ്യം പ്രസക്തമായൊരു ചോദ്യമാണ്. കോൺഗ്രസ്സിൽ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം നോക്കി മാത്രമല്ല തീരുമാനമെടുക്കാറ്, പാർട്ടിക്ക് മേലയിൽ നിന്ന് തീരുമാനമെടുക്കാം. അങ്ങനെ പല പോസ്റ്റുകളിലേക്കും ആളുകൾ വന്നിട്ടുണ്ട്. ഭൂരിപക്ഷം എന്ത് പറയുന്നു എന്ന് നോക്കിയിട്ടല്ല തീരുമാനം പല ഘട്ടങ്ങളിലും എടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിലെന്താണ്, വരുന്നൊരു തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, പാർലമെൻ്ററി പാർട്ടിയിൽ വലിയ ഭൂരിപക്ഷം മിനിമോൾക്ക് ലഭിക്കുന്നു, എന്നിട്ടും ദീപ്തിയെ വെക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, ആ പ്രശ്നത്തെ കോൺഗ്രസിനെ കാണാതിരിക്കാനാവില്ലല്ലോ. വെറും 4 മാസം മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ബാക്കിയുള്ളത്. ആ ഘട്ടത്തിൽ അങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകാൻ ഒരിക്കലും കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ചും എറണാകുളത്ത് പരമാവധി സീറ്റ് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടി, സാധ്യതയുള്ള സീറ്റുകൾ കൂടുതൽ സാധ്യതയുള്ള ജില്ലയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാർട്ടി ആഗ്രഹിക്കുന്നില്ല. അതാണ് പാർട്ടി ഈ തീരുമാനത്തിലേക്ക് എത്താനുള്ളൊരു കാരണം. പിന്നെ കെ സി വേണുഗോപാലിൻ്റെ അടുത്ത ബന്ധം ദീപ്തിക്കുണ്ട്. പക്ഷേ കെ സി പോലും ഈ തീരുമാനത്തിനൊപ്പം നിന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കെ സിക്ക് ഒരു പക്ഷേ അതിലൊരു കടുംപിടുത്തം പുലർത്താമായിരുന്നെങ്കിൽ തന്നെയും അദ്ദേഹവും ആ നിലയ്ക്ക് പോയിട്ടില്ല എന്ന് മനസ്സിലായി. അതായത് ഈ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഇവർക്ക് ജീവൻ മരണ പോരാട്ടമാണ്. ഈ തവണ കൂടി ഭരണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു ഘട്ടമായി അത് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് വിട്ടുവീഴ്ചകൾക്കും നേതാക്കന്മാർ തയ്യാറാണെന്നുള്ള, ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ സംസാരം കേട്ടാലും വി ഡി സതീശൻ്റെ സംസാരം കേട്ടാലും ഇതുപോലെ ടോപ്പ് ലെവലിലുള്ള നേതാക്കൾ ആരും തന്നെ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരം നമുക്ക് ഈയിടെയായി കോൺഗ്രസിൽ കാണാൻ സാധിക്കുന്നില്ല. ഇവർ തമ്മിൽ പ്രശ്നങ്ങളില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒന്നും വിഘാതമായി മാറരുത് എന്നുള്ള ചിന്തയാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇവിടെ ദീപ്തിയുടെ ഈ ഒരു വിഷമം പറച്ചിൽ അത് കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് അവർക്കൊക്കെ അറിയാം. അവരെ മറ്റൊരു പോസ്റ്റിൽ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയും പാർട്ടി ശ്രമിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിലവിൽ ഇത് സാമുദായിക പരിഗണനയ്ക്ക് അപ്പുറം, ഈ ഗ്രൂപ്പുകൾക്കപ്പുറം ഉള്ള ഒരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വലിയ വിജയം നിലനിർത്താൻ വേണ്ടി തന്നെ ഇപ്പോഴുള്ള വിവാദങ്ങൾ ഒഴിവാക്കാനായിരിക്കാം കോൺഗ്രസ് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ദീപ്തി മേരി വർഗീസിന് ഈ പരിഭവങ്ങളൊക്കെ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു പുതിയ പോസ്റ്റ് നൽകുമെന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങളും.